ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. അർപ്പണബോധവും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാനുള്ള മനസ്സുമുണ്ടെങ്കിൽ വിജയം സുനിശ്ചിതമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരാജയത്തെ മറികടന്ന ആത്മവിശ്വാസത്തിന്റെ വിജയമാണ് ചന്ദ്രയാൻ 3 ദൌത്യമെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി. പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. സമ്മേളനത്തിന് മുന്നോടിയായി ന്യൂഡൽഹിയിൽ സർവകക്ഷി യോഗം ചേർന്നു. കേരളം ഉൾപ്പെടെയുള്ള 12 സംസ്ഥാനങ്ങളിൽ വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണത്തിന്റെ സമയപരിധി ഒരാഴ്ചത്തേക്ക് നീട്ടി. കേരളത്തിൽ 81% എന്യൂമറേഷൻ ഫോമുകളുടെയും അപ്ലോഡിംഗ് പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. ദിത്വ ചുഴലിക്കാറ്റ് ഇന്ത്യയുടെ കിഴക്കൻ തീരത്തേക്ക്. ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ അലർട്ട്. ഇന്ത്യക്കെതിരെയുള്ള ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് 350 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. യുവജനങ്ങളുടെ അർപ്പണബോധമാണ് വികസിത ഭാരതത്തിന്റെ ഏറ്റവും വലിയ ശക്തിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമർപ്പണവും ഒരു ടീമായി പ്രവർത്തിക്കാനുള്ള മനസ്സുമുണ്ടെങ്കിൽ അതികഠിനമായ പ്രവൃത്തികളിൽ പോലും വിജയം സുനിശ്ചിതമാണെന്നും അദ്ദേഹം പറഞ്ഞു. മൻ കി ബാത്തിന്റെ 128ാം പതിപ്പിലൂടെ രാജ്യത്തെ പൌരന്മാരോട് സംവദിക്കുകയായിരുന്നു അദ്ദേഹം. ചന്ദ്രയാൻ 3 ദൌത്യം വിജയിപ്പിച്ചതിലൂടെ പരാജയത്തെ മറികടന്ന് കെട്ടിപ്പടുത്ത ആത്മവിശ്വാസത്തിന്റെ വിജയമാണ് രാജ്യം കണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. चंद्रयान 3 ने सफल लैंडिंग की तो वो सिर्फ एक मिशन की सफलता नहीं थी, वो तो असफलता से निकलकर बनाए गए विश्वास की सफलता थी. പ്രകൃതി കൃഷി ഭാരതത്തിന്റെ പുരാതന പാരമ്പര്യത്തിന്റെ ഭാഗമാണെന്നും ഭൂമിയെ സംരക്ഷിക്കുന്നതിന് അത് നിരന്തരം പ്രോത്സാഹിപ്പിക്കേണ്ടത് എല്ലാവരുടെയും കടമയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രകൃതി കൃഷിക്കായി ദക്ഷിണ ഭാരതത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണ്. ഉയർന്ന യോഗ്യതയുള്ള നിരവധി യുവ പ്രൊഫഷണലുകൾ ഇപ്പോൾ പ്രകൃതി കൃഷി മേഖല സ്വീകരിക്കുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കാർഷിക മേഖലയിൽ 357 ദശലക്ഷം ടൺ ഭക്ഷ്യധാന്യ ഉൽപാദനത്തോടെ രാജ്യം ഒരു ചരിത്ര റെക്കോർഡ് സൃഷ്ടിച്ചു. 1.5 ലക്ഷം മെട്രിക് ടണ്ണിലേറെ തേൻ ഉൽപ്പാദിപ്പിച്ച് ഇന്ത്യ ഈ രംഗത്ത് നേട്ടമുണ്ടാക്കി. ഹണി മിഷൻ പരിപാടിയുടെ കീഴിൽ ഖാദി ഗ്രാമോദ്योग ജനങ്ങൾക്കിടയിൽ 2.25 ലക്ഷത്തിലധികം തേനീച്ച പെട്ടികൾ വിതരണം ചെയ്തു. ഇത് ആയിരക്കണക്കിന് ആളുകൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ നൽകിയെന്നും അദ്ദേഹം പറഞ്ഞു. हनी मिशन कार्यक्रम के तहत खादी ग्रामोद्योग ने भी 2.25 लाख से ज्यादा बी बॉक्सेस लोगों में बांटे हैं. इससे हजारों लोगों को रोजगार के नए अवसर मिले हैं. शहद की मिठास भी बढ़ रही है और ये मिठास किसानों की आय भी बढ़ा रही है. ഇന്ത്യയുടെ നാവികസേന സ്വാശ്രയത്വത്തിലേക്ക് അതിവേഗം നീങ്ങുന്നത് അഭിമാനകരമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. തദ്ദേശീയമായി നിർമ്മിച്ച INS മാഹി കപ്പൽ നാവികസേനയിൽ ഉൾപ്പെടുത്തിയത് ഭാരതത്തിന്റെ സുരക്ഷാ സംവിധാനത്തെ ശക്തിപ്പെടുത്തും. ഡിസംബർ 2 കാശി നമോഘട്ടിൽ നടക്കുന്ന 4ാമത്തെ കാശി തമിഴ് സംഗമം ഏകഭാരതം ശ്രേഷ്ഠ ഭാരതത്തിന്റെ ആത്മാവിനെ ശക്തിപ്പെടുത്തുന്നതാണെന്നും സംഗമത്തിന്റെ ഭാഗമാകണമെന്നും അദ്ദേഹം പൌരന്മാരോട് അഭ്യർത്ഥിച്ചു. രാജ്യത്തെ ശീതകാല ടൂറിസത്തിന്റെ വർദ്ധിച്ചു വരുന്ന സാധ്യതകളെക്കുറിച്ച് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഉത്തരാഖണ്ഡിൽ വിന്റർ ഗെയിംസ് സംഘടിപ്പിക്കുകയാണ്. പല രാജ്യങ്ങളുടെയും സമ്പദ് വ്യവസ്ഥയുടെ നെടും തൂണായി ശീതകാല ടൂറിസം മാറിയിരിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. उत्तराखंड का विंटर टूरिज्म लोगों को बहुत आकर्षित कर रहा है. सर्दियों के मौसम में औरी, मुनस्यारी, चोपटा और डेहरा जैसी जगह खूब पॉपुलर हो रही हैं. G20 ഉച്ചകോടിയിൽ നിരവധി ലോക നേതാക്കൾക്ക് നൽകിയ സമ്മാനങ്ങളിൽ വോക്കൽ ഫോർ ലോക്കൽ എന്ന ആശയം പ്രതിഫലിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു. കേരളത്തിലെ മാന്നാറിൽ നിന്നുള്ള അതിമനോഹരമായ വോട്ടുരുളി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചതിനെക്കുറിച്ചും മൻ കി ബാത്തിൽ ശ്രീ നരേന്ദ്രമോദി പരാമർശിച്ചു. ക്രിസ്തുമസിനും പുതുവത്സരത്തിനും സാധനങ്ങൾ വാങ്ങുമ്പോൾ തദ്ദേശീയമായി നിർമ്മിച്ചവ വാങ്ങാൻ പൌരന്മാർ ശ്രദ്ധിക്കണമെന്നും ഇത് വോക്കൽ ഫോർ ലോക്കൽ എന്ന മന്ത്രത്തെ ശക്തിപ്പെടുത്തുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. നൂതന പരിഹാരങ്ങളുടെ ആഗോള സ്രഷ്ടാവായി ഇന്ത്യ മാറുകയാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഹരിയാനയിലെ കുരുക്ഷേത്ര NITയുടെ 20ാമത് ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗവേഷണത്തിലൂടെ നഗര ഗ്രാമീണ വിടവ് നികത്താൻ സഹായിക്കണമെന്നും സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങളെ ശാക്തീകരിക്കണമെന്നും കൃഷിയെ നവീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മയക്കുമരുന്ന് ഉപയോഗം തടയുന്നതിന് ഒരു സമ്പൂർണ്ണ സർക്കാർ സമീപനം ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റായ്പൂരിൽ നടന്ന ഡയറക്ടർ ജനറൽമാരുടെയും ഇൻസ്പെക്ടർ ജനറൽമാരുടെയും 60ാമത് അഖിലേന്ത്യാ പോലീസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടതുപക്ഷ തീവ്രവാദത്തിൽ നിന്ന് മോചിതമായ പ്രദേശങ്ങളുടെ സമഗ്ര വികസനം ഉറപ്പാക്കുന്നതിനും തീരദേശ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും നൂതന മാതൃകകൾ സ്വീകരിക്കുന്നതിന്റെയും പ്രാധാന്യം അദ്ദേഹം ആവർത്തിച്ചു.
പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. ഡിസംബർ 19 വരെയാണ് സമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത്. സമ്മേളനത്തിന് മുന്നോടിയായി ഇന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ സർവകക്ഷി യോഗം ചേർന്നു. ഇരുസഭകളുടെയും സുഗമമായ നടത്തിപ്പിന് വിവിധ കക്ഷികളുടെ സഹകരണം സർക്കാർ ആവശ്യപ്പെട്ടതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കി. सरकार की तरफ से आश्वासन देता हूं कि विंटर सेशन ऑफ द पार्लियामेंट अच्छी तरह से चलाने के लिए हम इस तरीके से विपक्ष के साथ बातचीत करते रहेंगे. साथ साथ मैं विपक्ष पार्टी नेताओं से भी अनुरोध करूंगा कि पार्लियामेंट को अच्छी तरह से चलाने में सहयोग करें. കേരളം, തമിഴ്നാട്, ലക്ഷദ്വീപ് ഉൾപ്പെടെയുള്ള 12 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണത്തിന്റെ സമയപരിധി നീട്ടി. ഡിസംബർ 11 വരെ എന്യൂമറേഷൻ ഫോമുകൾ തിരികെ നൽകാം. 16-നാണ് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക. 2026 ഫെബ്രുവരി 14-ന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. കേരളത്തിൽ 81% എന്യൂമറേഷൻ ഫോമുകളുടെയും അപ്ലോഡിംഗ് പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. ഫോം ഇതുവരെയും പൂരിപ്പിച്ച് നൽകാത്തവർ എത്രയും വേഗം BLOമാർക്ക് കൈമാറണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കിടപ്പ് രോഗികൾ, പ്രായമായവർ, ശാരീരികമായ വെല്ലുവിളികൾ നേരിടുന്നവർ ഉൾപ്പെടെ പട്ടികയിൽ ചേർക്കാൻ വിട്ടുപോയവരെ ചേർക്കുന്നതിനാണ് ഇനി കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. സംസ്ഥാനത്താകെ 244 വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ സജ്ജമാക്കിയിട്ടുള്ളതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ അറിയിച്ചു. ത്രിതല പഞ്ചായത്തുകൾക്ക് ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിലും മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവയ്ക്ക് അതത് സ്ഥാപന തലത്തിലുമാണ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ളത്. ദിത്വ ചുഴലിക്കാറ്റ് അടുത്ത 24 മണിക്കൂറിനുള്ളിൽ വടക്കൻ തമിഴ്നാട്, പുതുച്ചേരി തീരങ്ങൾക്ക് സമാന്തരമായി വടക്കോട്ട് നീങ്ങാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ തമിഴ്നാട്ടിൽ ശക്തമോ അതിശക്തമോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. അതേസമയം ദിത്വ ചുഴലിക്കാറ്റ് ദുരന്തം വിതച്ച ശ്രീലങ്കയിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ദുരിതാശ്വാസ പ്രവർത്തനം തുടരുന്നു. വിദൂര സ്ഥലങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന യാത്രക്കാരെ വ്യോമസേന ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ച് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. ഇന്ത്യയ്ക്കെതിരെയുള്ള ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് 350 റൺ വിജയലക്ഷ്യം. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ നിശ്ചിത ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 349 റൺ നേടി. വിരാട് കോഹ്ലി സെഞ്ചുറിയും രോഹിത് ശർമ്മയും KL രാഹുലും അർദ്ധ സെഞ്ചുറിയും എടുത്തു. 7 സിക്സറുകൾ ഉൾപ്പെടെ 135 റണ്ണാണ് കോഹ്ലി നേടിയത്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ദക്ഷിണാഫ്രിക്ക ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 20 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 122 റൺ നേടിയിട്ടുണ്ട്. 3 ദിവസത്തെ ദുബായ് സന്ദർശനത്തിനെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയന് ഊഷ്മള സ്വീകരണം. ഇന്ത്യൻ കോൺസൽ ജനറൽ, ബിസിനസ് പ്രമുഖർ, ദുബായിലെ ഭരണകർത്താക്കൾ തുടങ്ങിയവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. നാളെ വൈകിട്ട് ദുബായ് ഖിസൈസിലെ സ്കൂളിൽ ഓർമ്മ കലോത്സവത്തിൽ മുഖ്യമന്ത്രിക്ക് സ്വീകരണം നൽകും. ഡിസംബർ 2-ന് മുഖ്യമന്ത്രി കേരളത്തിലേക്ക് മടങ്ങും. നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ ഡൽഹി പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം പുതിയ FIR ഫയൽ ചെയ്തു. ക്രിമിനൽ, ഗൂഢാലോചന, വിശ്വാസവഞ്ചന എന്നീ കുറ്റങ്ങളാണ് FIRൽ ചുമത്തിയിട്ടുള്ളത്. 988 കോടി രൂപയിലധികം വിലമതിക്കുന്ന AJL ആസ്തികൾ സ്വകാര്യ കമ്പനിയായ യങ് ഇന്ത്യന് നാമമാത്രമായ 50 ലക്ഷം രൂപയ്ക്ക് കൈമാറുന്നതിനുള്ള പദ്ധതി ആസൂത്രണം ചെയ്തതായാണ് EDയുടെ വാദം. FIR രജിസ്റ്റർ ചെയ്തതിനെതിരെയുള്ള കോൺഗ്രസ് പാർട്ടിയുടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് BJP വക്താവ് രവിശങ്കർ പ്രസാദ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. നാവിക ദിനാഘോഷങ്ങളുടെ ഭാഗമായുള്ള അഭ്യാസ പ്രകടനങ്ങളുടെ തയ്യാറെടുപ്പുകൾ തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. അഭ്യാസത്തിന്റെ സമ്പൂർണ്ണ പരിശീലനം നാളെ നടക്കും. ബുധനാഴ്ച ശംഖുമുഖം ബീച്ചിലാണ് ദേശീയ നാവിക ദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള അഭ്യാസ പരിപാടി നടക്കുന്നത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. അർപ്പണബോധവും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാനുള്ള മനസ്സുമുണ്ടെങ്കിൽ വിജയം സുനിശ്ചിതമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരാജയത്തെ മറികടന്ന ആത്മവിശ്വാസത്തിന്റെ വിജയമാണ് ചന്ദ്രയാൻ 3 ദൌത്യമെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി. പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. സമ്മേളനത്തിന് മുന്നോടിയായി ന്യൂഡൽഹിയിൽ സർവകക്ഷി യോഗം ചേർന്നു. കേരളം ഉൾപ്പെടെയുള്ള 12 സംസ്ഥാനങ്ങളിൽ വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണത്തിന്റെ സമയപരിധി ഒരാഴ്ചത്തേക്ക് നീട്ടി. കേരളത്തിൽ 81% എന്യൂമറേഷൻ ഫോമുകളുടെയും അപ്ലോഡിംഗ് പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. ദിത്വ ചുഴലിക്കാറ്റ്
ഇന്ത്യയുടെ കിഴക്കൻ തീരത്തേക്ക് ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ അലർട്ട്. ഇന്ത്യക്കെതിരെയുള്ള ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് 350 റൺ വിജയലക്ഷ്യം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.